സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ തുറന്ന് അതിനുള്ളിലെ സ്വത്തുക്കൾ തിട്ടപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് തുറന്ന സമയത്ത് അതിനുള്ളിൽ കണ്ട സ്വത്തുക്കളെ സംബന്ധിച്ച് വിശദ വിവരങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കാനാണ് ദേവസ്വം മന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം, DGP, മറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു മീറ്റിംഗ് ഇന്ന് വിളിച്ചു കൂട്ടിയത്. ഇന്നലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിലേക്ക് നൽകുകയും ചെയ്തിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിൻ്റെ അഭിമാനമാണ്. ഇതിന് ചരിത്രപരവും പുരാവസ്തുപരവും വിശ്വാസപരവുമായ പ്രാധാന്യമുണ്ട്. ഇത് കേരള സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷണവും കേരളത്തിൻ്റെ അഭിമാനവും കടമയും ആവശ്യവുമാണെന്ന് സർക്കാർ കരുതുന്നു. ഇപ്പം കണ്ടെത്തിയിട്ടുള്ള സമ്പാദ്യങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്വത്താണ്. ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കപ്പെട്ട സ്വത്താണ്. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ തന്നെ ഇത് സുരക്ഷയോടുകൂടി സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാനത്തിനുള്ളതാണ്. സർക്കാർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. വിശ്വാസികൾക്ക് ആചാര അനുഷ്ഠാനങ്ങളോടെ ആരാധന നടത്തുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകാതെയും ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങൾക്ക് ഒരു വിധത്തിലും കോട്ടം സംഭവിക്കാതെയും ആയിരിക്കും സുരക്ഷ ഏർപ്പെടുത്തുന്നത്. താൽക്കാലികവും സ്ഥിരവുമായ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചാണ് ഗവൺമെൻറ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. താൽക്കാലികമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കും. സ്ഥിരമായ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയിൽ ആ കമ്മിറ്റിയിലെ ഒരംഗം കൂടിയായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ശ്രീ ജയകുമാർ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. സുപ്രീം കോടതിയുടെ കൂടി അനുമതിയോടുകൂടിയായിരിക്കും സ്ഥിരമായ സുരക്ഷാ സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. സുരക്ഷയെ സംബന്ധിച്ച് സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് മഹാരാജാവിനോടും തന്ത്രിയോടും ആലോചിച്ചായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. സുരക്ഷയുടെ പൂർണ്ണ ചെലവ് സംസ്ഥാന ഗവൺമെൻറ് വഹിക്കും. ഇത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. താൽക്കാലികമായിട്ട് ഇപ്പം ഏർപ്പെടുത്തുന്ന നടപടികൾ ഇന്ന് രാത്രി മുതൽ പോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തിച്ചു തുടങ്ങും.
ക്ഷേത്രത്തിനടുത്ത് കെട്ടിടം കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടം കിട്ടിയാൽ ഈ കൺട്രോൾ റൂം അങ്ങോട്ട് മാറ്റും. ക്ഷേത്രത്തിന് ചുറ്റും 24 മണിക്കൂർ മൊബൈൽ പെട്രോളിംഗ് ഉണ്ടായിരിക്കും.